Hi dears, welcome back to our channel. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് അടിപൊളി കുന്ദൻ നെക്ലസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ജ്വല്ലറി മേക്കിംഗ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്ന് ആവശ്യമുള്ള മെറ്റീരിയൽസ് നോക്കാം. പിങ്ക് കളർ കുന്ദാൻസ് 2mm സൈസ് വരുന്ന വൈറ്റ് കളർ മുത്തും, പിന്നെ ഗീർ വയർ, സിൽവർ കളർ ഗീർ ലോക്ക്, സമൂസ, ബാക്ക് ചെയിൻ, ഇത്രയും മെറ്റീരിയൽസാണ് നമുക്ക് ഇന്ന് ആവശ്യമുള്ളത്. ബാക്ക് ചെയിൻ റെഡിമെയ്ഡ് മെറ്റലിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ടൂൾസാണ് കട്ടർ, പ്ലെയറും. അപ്പോൾ നമുക്കിനി എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ഗീർ വയർ എടുക്കാം. 0.45 mm തിക്നെസ്സുള്ള ഗീർ വയറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതൊരു 45 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് 2 വരിയായിട്ടാണ് കോർക്കുന്നത്. അപ്പോൾ നെക്ലസിന് എത്ര ലെങ്ത്ത് വേണോ അതിൻ്റെ ഡബിൾ ലെങ്ത്ത് വരുന്ന പോലെ വയർ കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്ക് എടുക്കുന്നത് സമൂസയാണ്. ഇത് നമ്മൾ 2 വരി 3 വരി മാലകളൊക്കെ കോർക്കുമ്പോൾ ഈസി ആയിട്ട് കോർക്കാൻ വേണ്ടിയാണ് സമൂസ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു സൈഡിൽ 3 ഹോളുണ്ട്, അതിലാണ് നമ്മൾ കോർക്കുന്നത്. അപ്പോൾ ഈ സമൂസൻ്റെ ഉള്ളിൽ കൂടെ ഗീർ വയർ എടുക്കുക. 2 അറ്റത്ത് വരുന്ന ഹോളിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഞാനിവിടെ ഗീർ വയർ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഗീർ ലോക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കോർത്ത് അവസാനിപ്പിക്കുന്ന അവിടെ മാത്രം ഗീർ ലോക്ക് ഉപയോഗിച്ചാൽ മതി. അല്ല, ഇനി സമൂസ ഇല്ലെങ്കിൽ ഇതിൻ്റെ അറ്റം നമുക്ക് സമൂസ ഇല്ലാതെ തന്നെ ജംബറിങ് എന്തെങ്കിലും കോർത്തിട്ട് നമ്മൾ ഇതുപോലെ തന്നെ കോർത്ത് തുടങ്ങിയാൽ മതി. സ്റ്റാർട്ടിങ്ങിൽ സമൂസ ഒഴിവാക്കിയിട്ട് ബാക്കിയെല്ലാം ഇതേ പ്രൊസീജിയർ തന്നെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സമൂസയിൽ കോർത്തു 2 അറ്റും ഒരുമിച്ച് പിടിക്കുക. എന്നിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത ശേഷം മുത്ത് കോർക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ മുകളിലുള്ള ഒരു വയറിൽ 1 മുത്തും താഴെ വരുന്ന ലെയറിൽ 4 മുത്തുമാണ് ഇവിടെ കോർത്തിരിക്കുന്നത്. ഒരേപോലെ കോർത്ത് കഴിഞ്ഞാൽ നമുക്കത് ഈ ചോക്കറൊക്കെ പോലെ അല്ലെങ്കിൽ പാദസരം പോലെ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുക. നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ കുറച്ച് കേവായിട്ട് നെക്ലസ് വരുന്നല്ലോ. അപ്പോൾ അതൊന്നും ഇങ്ങനെ വളഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്, ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 4 മുത്ത് താഴെ കോർക്കുന്നത്. അപ്പോൾ 2 സൈഡിലും 4 മുത്ത് കോർക്കുമ്പോൾ ഈ കറക്റ്റായിട്ട് ആ ഒരു വളവ് കിട്ടും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഫസ്റ്റ് ഒരു മുത്ത് കോർത്ത് കഴിഞ്ഞാൽ പിന്നെ കുന്ദാൻസാണ് കോർക്കുന്നത്. അതിൽ 5 ഹോളുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഏറ്റവും മുകളിൽ വരുന്ന ഹോളിലും ഏറ്റവും താഴെ വരുന്ന ഹോളിലും ആയിട്ട് നമുക്ക് ഈ ഗീർ വയർ കോർക്കാം. വീണ്ടും 2ലും മുത്ത് കോർക്കാം. ഇനി എല്ലാവിടെയും നമ്മൾ ഓരോ മുത്ത് വെച്ചിട്ടാണ് കോർക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ മാത്രമാണ് ഒരു മുത്ത് മുകളിലും താഴെ 4 മുത്തും കോർക്കുന്നത്. ബാക്കി എല്ലാവിടെയും നമ്മൾ ഓരോ കുന്ദാൻ കോർക്കുന്നു. 2 വയറിലും ഓരോ വൈറ്റ് കളർ മുത്ത് കോർക്കുന്നു. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാം കോർത്ത് പോകാം. ഇതിൽ 5 ഹോളുള്ള കാരണം നിറയെ ഡിസൈൻസ് നമുക്ക് ഈ ടൈപ്പ് കുന്ദാൻസ് വെച്ച് ചെയ്യാൻ പറ്റും. ഇതേ ഒരു പാറ്റേൺ തന്നെ വേറൊരു നെക്ലസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ കുന്ദാൻസ് യൂസ് ചെയ്തിട്ട്, ഈ ഒരു മോഡൽ. അതിലെങ്ങനെയാണ് പറഞ്ഞാൽ ഗോൾഡൻ കളർ മുത്ത് ഏറ്റവും മുകളിലും ഇടയിലുള്ള ഹോളിൽ കൂടെയായിരുന്നു കോർത്തിരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പറഞ്ഞാൽ വൈറ്റ് കളർ പേൾ മാത്രമാണ് മുകളിലും താഴെയും കോർക്കുന്നത്. ഇനി നമുക്ക് സൈസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ 4 മുത്ത് കോർക്കുന്നതിന് പകരമായിട്ട് കുറച്ച് വലിയ മുത്ത് താഴെയും കുറച്ചുകൂടി ചെറിയ സൈസ് മുകളിലുമായിട്ട് കോർക്കുകയാണെങ്കിൽ നമുക്ക് ഒരേ നമ്പർ തന്നെ കോർത്ത് പോകാം കേട്ടോ. അപ്പോൾ ഇതേപോലെ മുഴുവനായിട്ട് നമുക്ക് കോർത്തെടുക്കാം. ഇവിടെ ഞാൻ 33 കുന്ദൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലെങ്ത്ത് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് കോർത്തെടുക്കാം. ഇപ്പോൾ ചെറിയൊരു നെക്ലസ് പോലെയാണ് ബാക്ക് ചെയിനിൽ കോർക്കുന്നുണ്ട്. ബാക്ക് ചെയിൻ മെറ്റലിൻ്റെ ഇല്ലെങ്കിൽ സിൽക്ക് ത്രെഡിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ത്രെഡിൻ്റെ റോപ്പായിട്ട് വാങ്ങിക്കാൻ കിട്ടില്ല, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ 1 മുത്തും താഴെ 4 മുത്തുമായിട്ട് കോർത്തു. ഇനി 2 വയറും ഈ സമൂസയിൽ കോർത്തിട്ട് ഗിയർ ലോക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്യാൻ പോവാണ്. ഗിയർ ലോക്ക് നമ്മൾ സാധാരണ മാലകളിലൊക്കെ സ്റ്റാർട്ടിങ്ങിലും അവസാനിക്കുന്ന അവിടെയും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതും അതേപോലെ തന്നെ സമൂസ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കതിൻ്റെ 2 ഹോളിൽ ഇട്ടുക. എന്നിട്ട് ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുത്തിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. പിന്നെ സമൂസയും ഗിയർ ലോക്കും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ സാധാരണ നൂലുണ്ടല്ലോ അതിൽ തന്നെ കോർത്താലും മതി. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് നൂല്, കുറച്ച് ബലമുള്ള ഏത് നൂല് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇതേപോലെ തന്നെ കോർക്കാം. ഈ കോർക്കുന്നതിന് 2 അറ്റത്ത് ഓരോ ജംബറിങ്, അത് വട്ടക്കണ്ണിയിൽ കോർത്ത് തുടങ്ങിയിട്ട് അവസാനം വട്ടക്കണ്ണിയിൽ തന്നെ കോർത്ത് അവസാനിപ്പിച്ചാൽ മതി. 2-3 കെട്ടൊക്കെ ഇട്ടിട്ട് അവിടെ നിർത്തിയാൽ മതി. പിന്നെ നമുക്ക് ബാക്ക് ചെയിനിൽ കോർക്കാം. ഇനി ബാക്ക് ചെയിനും ഇല്ല, കുന്ദാൻസ് കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ കോർക്കാം. അല്ലെങ്കിൽ ആദ്യം കുറച്ച് മുത്തുകൾ കോർത്ത ശേഷം പിന്നെ ഈ ഡിസൈൻ ചെയ്താലും മതി. അപ്പോൾ നമ്മൾ ലോക്ക് ചെയ്തു. അപ്പോൾ ഈ ഗിയർ ലോക്ക് വെളിയിലോട്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സമൂസൻ്റെ ഉള്ളിലോട്ട് അതൊന്ന് പ്രസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇനി അത് വെളിയിലോട്ട് വരില്ല. അപ്പോൾ നമ്മുടെ ഇവിടെ നെക്ലസ് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്ക് ചെയിനാണ് കോർക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ബാക്ക് ചെയിന് 35 രൂപയുള്ള ഈ 2 പീസ് വരുന്ന ടൈപ്പാണ്. നമുക്ക് ഒറ്റ ചെയിൻ പോലെയും കിട്ടും, അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ബാക്ക് ചെയിനിൽ ജംബറിങ് കോർത്ത ശേഷം നമ്മൾ ഈ സമൂസയിൽ കോർത്ത് ഈ ജംബറിങ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റേ ഭാഗത്തു കൂടി കോർത്ത് റെഡിയാക്കി എടുത്തു. അപ്പോൾ നമ്മുടെ നെക്ലസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള നെക്ലസ്സാണ്. ഇനി ഒരു ഡിസൈൻ കൂടി ഞാൻ പറയാം, കാരണം നമ്മളിതിപ്പോൾ മുകളിലും താഴെയും വൈറ്റ് കളർ മുത്ത് കോർത്തിട്ടുണ്ട്. ഇനി താഴെ കോർക്കാതെ മുകളിൽ മാത്രം കോർത്തിട്ട് നമുക്ക് നെക്ലസ് റെഡിയാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇത് ഞാൻ കോർക്കുന്നതിൻ്റെ
ഹാഫ് കോർത്തത്. അത് ഫസ്റ്റ് ഒരു വൈറ്റ് കളർ മുത്തും ഒരു കുന്താൻ്റെ മുകൾ ഭാഗത്ത് മാത്രം കോർത്ത് കംപ്ലീറ്റ് ഇത്രയും ആക്കി എടുത്തിരിക്കുകയാണ്. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് മുത്തിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്ത് കോർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഒരു ലെയർ മാത്രം കോർക്കുന്നത് കൊണ്ട് തന്നെ ഇതുപോലെ നല്ല ഫ്രീ ആയിട്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫ്ലെക്സിബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മുകളിൽ മാത്രം മുത്ത് കോർത്തിട്ട് നെക്ലസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ മുകളിലും താഴെയും മുത്ത് കോർത്തിട്ട് ഇതുപോലെയും റെഡിയാക്കി എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് എല്ലാം എഴുതി അറിയിക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.